കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു 2.1 ആംപ്ലിഫയറിനെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. നമ്മളൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൽ എങ്ങനെയുള്ള ബോർഡാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ എങ്ങനെയുള്ള ട്രാൻസ്ഫോർമർ ഉപയോഗിക്കണം, അതിൻ്റെ ക്യാബിനറ്റ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമുക്ക് ഒരു മുൻധാരണ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ വളരെ ചെറിയൊരു ക്യാബിനറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുവിധം പെർഫോമൻസ് ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്യാബിനറ്റിന് എനിക്ക് ഏകദേശം ഒരു 380 രൂപയായിട്ടുണ്ട്. 200 രൂപ ക്യാബിനറ്റിനുമായി. ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ ആക്രിലിക് ഷീറ്റ് ചെയ്തിരിക്കുന്നതാണ്. 180 രൂപ ക്യാബിനറ്റിനുമായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് താല്പര്യമുള്ള രീതിയിൽ ആക്രിലിക് ഷീറ്റിൽ ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തു തരുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഒരു ക്യാബിനറ്റൊക്കെ ആയിട്ട് ചെയ്തു തരാൻ, ഒരു ഫ്രണ്ട് പാനലൊക്കെ ആയിട്ട് ചെയ്തു തരാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്നും അല്ലാതെ തന്നെ വാങ്ങിയിട്ടുള്ള ക്യാബിനറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആംപ്ലിഫയർ ബോർഡിനൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഞാൻ സാംകോൺ എന്ന കമ്പനിയുടെ ഒരു 2.1 ആംപ്ലിഫയർ ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ 20-30 IC 4 എണ്ണം ഉണ്ട്. ഓരോ ചാനലുകൾക്ക് വേണ്ടി, ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്ക് വേണ്ടി ഓരോ IC ഉണ്ട്. അതുപോലെ തന്നെ സബ് വൂഫറിന് വേണ്ടിയിട്ട് 2 ICകൾ ബ്രിഡ്ജ് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരുവിധം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് 20-30 IC ഉപയോഗിച്ചുള്ള ആംപ്ലിഫയർ ഉണ്ടായിരിക്കുക. ഈ ബോർഡിൽ നമുക്ക് ഒരു 4 ഓംസ് 20 വാട്ടിൻ്റെ 2 സ്പീക്കറുകൾ ഉപയോഗിക്കുക. 4 ഓംസ് 20 വാട്ടിൻ്റെ 2 സ്പീക്കറുകൾ, ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ സ്പീക്കറും 8 ഓംസ് ഒരു 50 വാട്ട്സ് എങ്കിലുമുള്ള ഒരു സബ്വൂഫറും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കും. ഇതിനൊരു 3 ആംപിയറിൻ്റെ ട്രാൻസ്ഫോർമർ എങ്കിലും വേണം. 12-0-12 3 ആംപിയറിൻ്റെ ട്രാൻസ്ഫോർമറാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ബോർഡ് വളരെ എളുപ്പമാണ്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ, അസംബിൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ഇതിനകത്ത് സബ് ഫിൽറ്ററും എല്ലാം കൂടി ഈ ബോർഡിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അഡീഷണൽ ആയിട്ടൊരു ഫിൽറ്റർ ബോർഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അത് ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷനുകളൊക്കെ എല്ലാം സോക്കറ്റുകളാണ്. അപ്പോൾ നമുക്ക് കണക്ടർ വയർ അവൈലബിൾ ആണെങ്കിൽ, കിട്ടുകയാണെങ്കിൽ അത് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ വയർ സോൾഡർ ചെയ്താലും മതി. എല്ലാ ഭാഗങ്ങളും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്പീക്കറിൻ്റെയും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്ന് നോക്കാം. ഇവിടെ ഒരു 12-0-12 കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു കണക്ടർ ആയിരുന്നു ഉള്ളത്. അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇവിടെ ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള വയർ നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ അടുത്തതായിട്ട് കാണുന്ന സ്പീക്കറിൻ്റെ വയറാണ്. ഇവിടെ സ്പീക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സംശയിക്കാനൊന്നുമില്ല. സ്പീക്കറിൻ്റെ വയർ ഞാനിവിടെ സ്പീക്കർ കണക്ടറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഞാനിവിടെ സ്പീക്കർ കണക്ടർ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് വോളിയം ഇൻപുട്ടാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് VC ഇൻപുട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊഡ്യൂളിൽ നിന്നുള്ള, USB മൊഡ്യൂളിൽ നിന്നുള്ള ഓഡിയോ, ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഇവിടേക്കാണ്. അത് വോളിയം കൺട്രോൾ വഴിയാണ് നമ്മൾ ഇവിടേക്ക് കൊടുക്കുന്നത്. ആ വയറാണ് കാണുന്നത്. ഞാനിവിടെ ഫ്രണ്ട് പാനലിൽ ഒരു വോളിയം കൺട്രോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഈ വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ USB മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു 5 വോൾട്ട് ആവശ്യമാണ്. അതിനുവേണ്ടി ഈ ബോർഡിൽ ഒരു 5 വോൾട്ടിൻ്റെ റെഗുലേറ്ററും അതിന് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഒരു സോക്കറ്റും ഇവിടെയുണ്ട്. അപ്പോൾ ഈ സോക്കറ്റിൽ നിന്നും ഇവിടെ നമ്മൾ 5 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു നമ്മുടെ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ മറ്റ് 2 കണക്ടറുകളുണ്ട്. ഒന്ന് വൂഫർ, ഇവിടെ വൂഫർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അപ്പോൾ വൂഫറിലേക്കുള്ള വയർ ഞാനിതാ ഇവിടെ കൊടുത്തിരിക്കുന്നു. ബനാന സോക്കറ്റാണ് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബനാന സോക്കറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി വൃത്തിയുണ്ടാവും. പിന്നെ നമുക്ക് ഈ സബ് വൂഫറൊക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ടേക്കും കൊണ്ടുപോകണമെങ്കിലൊക്കെ അഴിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് സബ് വൂഫറിൻ്റെ കണക്ഷൻ ഞാനിവിടെ ഒരു ബനാന സോക്കറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബാസ് സബ് വോളിയത്തിൻ്റെ വയറുകളാണ്. 3 വയറുകളുണ്ട്. ഞാനിവിടെ ഒരു സബ് വോളിയത്തിനുള്ള ഒരു കൺട്രോൾ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ആണ് ഈ വയറുകൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഡ്യുവൽ പവർ സപ്ലൈയിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത്. ഈ കണക്ടറുകളെല്ലാം കറക്റ്റായിട്ട് എല്ലാ പോയിന്റുകളും അടയാളപ്പെടുത്തിയിട്ടുള്ളത് കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് അസംബിൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വയറുകൾക്കൊക്കെ ഞാൻ റബ്ബർ സ്ലീവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ള റബ്ബർ സ്ലീവ്, പല വലുപ്പത്തിലുള്ള റബ്ബർ സ്ലീവ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. മീറ്ററിന് 10 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വയറുകളൊക്കെ റബ്ബർ സ്ലീവിനുള്ളിലൂടെ ഇറക്കുകയാണെങ്കിൽ വളരെ വൃത്തിയായിരിക്കും. അസംബ്ലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടൈ ഒക്കെ ഉപയോഗിച്ചിട്ട്, ഇതുപോലുള്ള ടൈ ഒക്കെ ഉപയോഗിച്ചിട്ട് കെട്ടി ഒരു സൈഡിലേക്ക് വെച്ച് നല്ല വൃത്തിയായിട്ട് ഇരിക്കും. പിന്നെ ഇതൊരു ക്ലാസ് AB ആംപ്ലിഫയർ ആണ്. നല്ലവണ്ണം ചൂടാവുന്ന ആംപ്ലിഫയർ ബോർഡാണ്. ഈ ഹീറ്റ് സിങ്ക് നല്ലവണ്ണം ചൂടാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇതിനൊരു കൂളിംഗ് ഫാൻ ഉപയോഗിക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ക്യാബിനറ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂളിംഗ് ഫാൻ കൂടി വെക്കാൻ പറ്റുന്ന സംവിധാനമുള്ള ക്യാബിനറ്റ് വാങ്ങിക്കണം. ഞാനിവിടെ ഒരു 12 വോൾട്ട് 3 ഇഞ്ചിൻ്റെ കൂളിംഗ് ഫാനാണ് വെച്ചിരിക്കുന്നത്. 3 ഇഞ്ച് വലുപ്പമുള്ള 12 വോൾട്ടിൻ്റെ ഒരു കൂളിംഗ് ഫാൻ ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
കൂളിംഗ് ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിനുള്ളിലുള്ള ക്യാബിനറ്റിലുള്ള ചൂടുവായു പുറത്തേക്ക് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് കൂളിംഗ് ഫാൻ ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ 2 സൈഡിലൂടെയും വായു അകത്തേക്ക് കയറും. അതിനുശേഷം ഈ ഹീറ്റ് സിങ്കിൽ തട്ടി കൂളിംഗ് ഫാൻ വഴി പുറത്തേക്ക് ചൂടുവായു പോകണം. ആ രീതിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബോർഡ് നമ്മൾ ഈ ക്യാബിനറ്റിലേക്കാണ് ഉറപ്പിച്ച് വെക്കേണ്ടത്. നല്ലവണ്ണം എല്ലാ ട്രാൻസ്ഫോർമറും ബോർഡും എല്ലാം ഈ ക്യാബിനറ്റിൽ നല്ലവണ്ണം ഉറപ്പിച്ച് വെക്കണം. ഞാൻ ഇവിടെ നട്ടും ബോൾട്ട് വിട്ടിട്ട് ഉറപ്പിച്ച് വെക്കുകയാണ്. നമുക്കൊരു ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഈ ക്യാബിനറ്റ് വാങ്ങിക്കുമ്പോൾ അതിലുള്ള ഹോളുകളൊന്നും എല്ലാം കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഹോളുകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ 12 വോൾട്ടിന്റെ കൂളിംഗ് ഫാനിലേക്ക് നമ്മൾ 12 വോൾട്ട് DC കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ഈ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചത് 12.012 ട്രാൻസ്ഫോർമറാണ്. 12 വോൾട്ട് AC DC ആക്കുമ്പോൾ ചിലപ്പോൾ 15 വോൾട്ടൊക്കെ ഉണ്ടാവും, 15-16 വോൾട്ടൊക്കെ ഉണ്ടാവും, 12 വോൾട്ടിൽ കൂടുതലുണ്ടാവും. അങ്ങനെയുള്ള ഒരു വോൾട്ടേജ് നമ്മുടെ കൂളിംഗ് ഫാനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂളിംഗ് ഫാൻ പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 7812 റെഗുലേറ്റർ IC കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൽ നിന്ന് ഒരു റെഗുലേറ്റർ IC വഴിയാണ് കൂളിംഗ് ഫാനിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 12 വോൾട്ട് തന്നെ ഈ കൂളിംഗ് ഫാനിലേക്ക് എത്തുകയുള്ളൂ. ഇങ്ങനെ റെഗുലേറ്റർ IC കൊടുക്കുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ 100 മൈക്രോഫാരഡ് 25 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ കൂടി വെക്കുന്നത് നല്ലതായിരിക്കും. 100 മൈക്രോഫാരഡ്, 10 മൈക്രോഫാരഡ് ആയാലും മതി. പോസിറ്റീവിലും നെഗറ്റീവിലുമായി ഔട്ട്പുട്ടിൽ കൊടുക്കുക. ഇത് ഈ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുമ്പോഴുള്ള ഹമ്മിങ് ഒഴിവാക്കാനും അതുപോലെ ഈ IC ഓവർ ഹീറ്റ് ആവാതിരിക്കാനും റെഗുലേറ്റർ IC ഓവർ ഹീറ്റ് ആകാതിരിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ ഒരു കപ്പാസിറ്റർ കൊടുക്കുക. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഡ്യുവൽ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ബോർഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ ഒരു ഗ്രൗണ്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. ഇതിന് മുകളിൽ സപ്ലൈ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഈ ക്യാബിനറ്റിലേക്ക് ഉറപ്പിച്ച് വെക്കുമ്പോൾ, സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച് വെക്കുന്ന സമയത്ത് ഈ ക്യാബിനറ്റിലേക്ക് ആ സപ്ലൈ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ വോളിയം കൺട്രോൾ ഓക്സ് ഇങ്ങനെയുള്ളതൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗ്രൗണ്ട് കണക്ഷൻ ഒരു കാരണവശാലും ഈ ക്യാബിനറ്റിൽ ടച്ച് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാബിനറ്റിൽ ടച്ച് ചെയ്തിരിക്കാൻ പാടില്ല ഗ്രൗണ്ട് കണക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതിന് സബ് ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ബോർഡാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു USB മൊഡ്യൂള്, Geestarന്റെ USB മൊഡ്യൂളാണ് ഉപയോഗിക്കുന്നത്. ഈ Geestarന്റെ USB മൊഡ്യൂളിന്റെ ഒരു പ്രത്യേകത, ഇതിൽ അനൗൺസ്മെന്റ് ഇല്ല. ഓക്സ് അതുപോലെ ബ്ലൂടൂത്ത് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കില്ല. പിന്നെ ബാസ്, ട്രെബിൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു എക്സ്ട്രാ മൈക്ക് കണക്ഷൻ ഉണ്ട്. നമുക്ക് കരോക്കെ ഒക്കെ പാടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈക്ക് കണക്ഷൻ ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഒപ്പം തന്നെ ഒരുമിച്ച് തന്നെ കിട്ടുന്നതാണ്. എക്കോയുണ്ട്. ഇങ്ങനെ കുറേ സംവിധാനം, ഇവിടെ ഒരു എൻകോഡർ, വോളിയം കൺട്രോൾ ഉണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ Geestarന്റെ മൊഡ്യൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് 350 രൂപയാണ് എനിക്ക് കിട്ടിയത്. 350 രൂപയ്ക്കാണ് ഈ Geestarന്റെ മൊഡ്യൂൾ കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇതിലുള്ള കൺട്രോളുകളൊക്കെ ഞാനിവിടെ ഫ്രണ്ട് പാനലിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മൊഡ്യൂള് ഇത് ഔട്ടർ ഫിറ്റിംഗ് മൊഡ്യൂളാണ്. അപ്പോൾ പല ആളുകൾക്കും അറിയില്ല ഇത് എങ്ങനെയാണ് ഇവിടെ, ഇലക്ട്രോണിക്സിലെ തുടക്കക്കാരായ പല ആളുകൾക്കും അറിയില്ല ഇത് എങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റി അറിയില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 2 സ്ക്രൂ നമുക്ക് കാണാൻ സാധിക്കും. ഈ മൊഡ്യൂളിന്റെ ഈ ബോർഡ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന 2 സ്ക്രൂ കാണാം. ഈ സ്ക്രൂ നമ്മൾ ആദ്യം അഴിച്ച് ഒഴിവാക്കുക. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്കിതിനെ ഇങ്ങനെ അഴിച്ചൊഴിവാക്കാം. ഓക്കെ, അതിനുശേഷം ഈ ബോർഡ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ കിട്ടും. ഇപ്പോൾ കാണാം ഇതിന്റെ സ്വിച്ചുകളൊക്കെ കുറെ ഉള്ളിലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആക്രിലിക് ഷീറ്റിലേക്ക് വെക്കുമ്പോൾ അവിടെ ടച്ച് ആവുകയില്ല, അവിടെ പ്രസ് ആവുകയൊന്നുമില്ല. ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ കണക്ഷനുകളൊക്കെ നോക്കാം. ഈ ബോർഡ് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 വോൾട്ട് കൊടുക്കാനുള്ള ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് വരുന്ന 5 വോൾട്ടാണ് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ഇതിന്റെ പൊളാരിറ്റി മാറിപ്പോകാൻ പാടില്ല. പോസിറ്റീവ് നെഗറ്റീവ് മാറിയിട്ടുണ്ടെങ്കിൽ ബോർഡ് അപ്പോൾ തന്നെ ചീത്തയായി പോകും. ഈ മൊഡ്യൂള് ചീത്തയായി പോകുന്നതാണ്. അത് ശ്രദ്ധിച്ച് തന്നെ ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അത് ഞാനിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ടാണ്, ഓഡിയോ ഔട്ട്പുട്ടാണ്. ഇത് നമ്മുടെ വോളിയം കൺട്രോളിലേക്കാണ് പോകുന്നത്. ഒരു വോളിയം കൺട്രോളിലേക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. വോളിയം കൺട്രോൾ വഴിയാണ് പവർ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വോളിയം കൺട്രോളിന്റെ കണക്ഷനൊക്കെ ഞാൻ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ ഔട്ട്പുട്ട് സോക്കറ്റ് ഇവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഓക്സ് ആണ്, ഓക്സ് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഓക്സ് ഇൻപുട്ട് ഉണ്ട്.
ഇവിടെ കൊടുത്തിരിക്കുന്ന ഓക്സ് എന്ന് പറയുന്നത് ഇയർഫോൺ സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോണിൽ നിന്നൊക്കെ കൊടുക്കാൻ സാധിക്കും. എന്നാൽ നമുക്കൊരു സെറ്റ് ടോപ്പ് ബോക്സോ അല്ലെങ്കിൽ മറ്റൊരു ആംപ്ലിഫയറിൽ നിന്നൊക്കെ നമുക്ക് RCA പിൻ വഴി നമുക്ക് ഓക്സ് കൊടുക്കണമെങ്കിൽ അതിനുള്ള സംവിധാനമാണ് ഇവിടെ ഒരു എക്സ്ട്രാ ഓക്സ് കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു RCA സോക്കറ്റൊക്കെ ഇവിടെ ബാക്ക് സൈഡ് പിടിപ്പിച്ചിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ RCA സോക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അടിഭാഗത്ത്. അതിൽ നിന്നും ഷീൽഡ് വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോയിസോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഷീൽഡ് വയറാണ് കൊടുത്തിരിക്കുന്നത്. ഈ മൊഡ്യൂൾ വാങ്ങിക്കുമ്പോൾ ഈ കണക്ടറുകളെല്ലാം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വാങ്ങിക്കാൻ കിട്ടും, ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അതുപോലെ മൈക്കിൻ്റെ സോക്കറ്റ് ഒക്കെ ഇതിൻ്റെ കൂടെയുണ്ട്. റിമോട്ട് കൺട്രോളും എല്ലാ സാധനവും ഉണ്ടാവും. നമുക്കിത് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിവിടെ ഓക്സ് കണക്ട് ചെയ്തു. ഓക്കെ, അടുത്തതായിട്ട് മൈക്കിൻ്റെ പോയിന്റാണ്. ഇതിൻ്റെ കൂടെ ഒരു മൈക്കിൻ്റെ ഒരു സോക്കറ്റ് കൂടി കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാനിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈക്കിൻ്റെ സോക്കറ്റ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ഇതിൽ നിന്നുള്ള വയറാണ് ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത്. മൈക്കിൽ നിന്നുള്ള വയർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിലൊരു എൻകോഡർ വോളിയം കൺട്രോൾ ഉണ്ട്. ഇവിടെ ഒരു എൻകോഡർ വോളിയം കൺട്രോൾ ഉണ്ട്. ഇത് നമുക്ക് പ്രസ് ചെയ്തൊക്കെ നമുക്ക് ബാസ് ട്രിബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ എൻകോഡർ വോളിയം കൺട്രോളിന്റെ കണക്ഷനാണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കണക്ട് ചെയ്തു, കണക്ഷനുകളെല്ലാം കൊടുത്തു. ഇനി നമുക്ക് ഇത് ഈ റാക്കിനുള്ളിലേക്ക് കയറ്റി വെക്കാം. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നേരെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഓക്കെ. ഇവിടെ നമ്മൾ ഈ ബോർഡിൽ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്ത് സ്ക്രൂ എന്തെങ്കിലും രണ്ട് സൈഡിലും കൊടുക്കണം. കാരണം നമ്മളിവിടെ USB പിന്നൊക്കെ കണക്ട് ചെയ്യുമ്പോൾ USB ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ബോർഡ് ബാക്കിലോട്ട് വരാൻ സാധ്യത തള്ളി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള USB കണക്ട് ചെയ്യാനുള്ള ഭാഗം കാണുന്നുണ്ട്. അതുപോലെ ഓക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഓക്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ വയറുകളൊക്കെ ആംപ്ലിഫയർ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വയറുകളൊക്കെ നല്ല രീതിയിൽ ഒതുക്കി ടൈ ഇട്ട് കെട്ടി സൈഡിലൂടെ ഒതുക്കി വെക്കണം. നല്ല വൃത്തിയായിട്ട് ചെയ്യണം. കാരണം നമ്മളല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിലും ഈ ആംപ്ലിഫയർ അഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ വയറുകളൊക്കെ ഇങ്ങനെ ചെതറി കിടക്കുന്ന ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും ഇത് ഒരു കംപ്ലൈൻറ്റ് വന്ന് അഴിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനും ചെക്ക് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമറിന് 400 രൂപയായിട്ടുണ്ട്. 3 ആംപിയർ 12.012 3 ആംപിയറിൻ്റെ ട്രാൻസ്ഫോർമറാണ്. ഇതിന് 400 രൂപ ആയിട്ടുണ്ട്. ഈ കൂളിംഗ് ഫാൻ ഒരു 125 രൂപയാകും. 12 വോൾട്ട് 3 ഇഞ്ചിൻ്റെ കൂളിംഗ് ഫാനാണ്. ഇതിന് ഒരു 125 രൂപയാകും. ഇനി നമുക്കിതൊന്ന് അടച്ചു നോക്കാം, അതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയിലാണ് ഉള്ളത്. ഇവിടെ ഈ ഫ്രണ്ട് പാനലിലുണ്ടായിരുന്നു ഇവിടെ ബാസ് ട്രിബിള് എന്നൊരു കൺട്രോളിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒഴിവാക്കി. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ മൊഡ്യൂളിൽ തന്നെ ബാസും ട്രിബിളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് ആ കൺട്രോൾ ഫിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പിൽ ഞാൻ മൈക്കിൻ്റെ സോക്കറ്റാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രിബിൾ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊരു ബ്ലാക്ക് പെയിന്റ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പെയിന്റ് എന്തെങ്കിലും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണുകയില്ല. അപ്പോൾ നമുക്കിവിടെ വോളിയം ഉണ്ട്, അതുപോലെ സബ് വോളിയം ഇവിടെയുണ്ട്, പിന്നെ ഒരു മാസ്റ്റർ വോളിയം, ഒരു എൻകോഡർ വോളിയം കൂടി ഇവിടെയുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ സബിനുള്ള ബനാന സോക്കറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സ്പീക്കർ കണക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിന് വേണ്ടിയിട്ട് ഇവിടെ 2 ഇൻപുട്ട് RCA ഇൻപുട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഫാൻ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ AC കോഡ് വയർ ഇതിനുള്ളിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഈ ക്യാബിനറ്റിന്റെ സൈഡ് തട്ടിയിട്ട് പലതവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് ഈ ക്യാബിനറ്റിന്റെ സൈഡിൽ തട്ടിയിട്ട് ഈ വയർ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു ഗ്രോമറ്റ് വാങ്ങി ഫിറ്റ് ചെയ്യണം. ഗ്രോമറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ഒരു റബ്ബറിന്റെ റൗണ്ടിലുള്ള വാഷർ പോലുള്ള സാധനമാണ്. അത് ഇവിടെ വെച്ചതിന് ശേഷം അതിനുള്ളിലൂടെയാണ് ഈ AC കോഡ് വയർ അകത്തേക്ക് കടത്തിവിടേണ്ടത്. അതുപോലെ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് പവർ സ്വിച്ച് ആണ്. ട്രാൻസ്ഫോർമറിലേക്കുള്ള ഒരു വയർ നേരിട്ട് AC കോഡ് വയറിൽ നിന്ന് ഒരു വയർ നേരിട്ട് കൊടുക്കുക. അടുത്ത വയർ നമ്മൾ സ്വിച്ചിന്റെ ഒരു പോയിന്റിൽ കൊടുത്തിട്ട് രണ്ടാമത്തെ പോയിന്റിൽ നിന്നും ട്രാൻസ്ഫോർമറിലേക്ക് കണക്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം.
ഇവിടെ വയറ് തട്ടുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, ബോർഡൊന്നും സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടില്ല. നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഉറപ്പിക്കണം, നല്ല രീതിയിൽ ഉറപ്പിച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ സപ്ലൈ കൊടുക്കാവുള്ളൂ. ഇതിപ്പോൾ ഞാനിതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഇത് ബ്ലൂടൂത്തിലാണ് ഉള്ളത്. അത് നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട്, ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഈ എൻകോഡറിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ബാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്നുകൂടി പ്രസ് ചെയ്തിട്ട് ട്രെബിള് വരും, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മൈക്ക് വോളിയം, എക്കോ, ഇതെല്ലാം നമുക്ക് ഈ എൻകോഡർ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നല്ല പെർഫോമൻസ് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ്. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഇത് അത്യാവശ്യമായ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പെർഫോമൻസ് ഉള്ള ഒരു ബോർഡ്, ആംപ്ലിഫയർ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്പീക്കറുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ഓംസിൻ്റെ സ്പീക്കറാണ് ഉപയോഗിക്കേണ്ടത്. 4 ഓംസിൻ്റെ ഊഫർ സ്പീക്കറും 2 പീസോ ട്യൂട്ടറും കൂടി ഉപയോഗിക്കുക. അത് 20 വാട്ടിൻ്റെ സ്പീക്കർ മതി, മാക്സിമം 20 വാട്ടിൻ്റെ സ്പീക്കർ മതി. അതുപോലെ സബ് ഊഫർ 50 വാട്ട്സ് എങ്കിലും വേണം. അത് 8 ഓംസിൻ്റെ സബ് ഊഫർ വാങ്ങിക്കുക. 50 വാട്ട്സിൽ കൂടുതലായാലും നന്നായിരിക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫോമൻസ്, നല്ലൊരു വർക്കിംഗ് ഉണ്ടാവും, നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാം. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബോർഡൊക്കെ വാങ്ങി ഇതുപോലെ നമ്മൾ അസംബിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഐഡിയ കിട്ടും. അങ്ങനെയാണ് നമ്മൾ വലിയൊരു ആംപ്ലിഫയറൊക്കെ ആദ്യം അസംബിൾ ചെയ്യാൻ ശ്രമിക്കാതെ ഒരു ചെറിയ ആംപ്ലിഫയർ ആദ്യം അസംബിൾ ചെയ്ത് നോക്കുക. അതിനുശേഷം വലിയ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വാങ്ങി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, മുഴുവൻ അസംബ്ലിങ് കാണിക്കുകയാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.